ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു 1/4 കപ്പ് ഉഴുന്ന് വേണം. അപ്പോൾ ഈ ഉഴുന്ന് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിന് കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് വേണം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഉഴുന്ന് നമ്മൾ കുതിരാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/4 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ 2 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് ഉഴുന്നാണ് കണക്ക്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർക്കേണ്ട, ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നനച്ചെടുത്തിരിക്കുന്ന റവയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് രാത്രി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് രാത്രിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ വരെ അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മുതൽ 12 മണിക്കൂറൊക്കെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ രാവിലെ നന്നായിട്ട് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മാവ് ഒരുപാടങ്ങ് പൊന്തി കിട്ടുമൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് മാവുള്ളത്. അഥവാ ഒരുപാട് ടൈറ്റായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണിത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അരിയൊന്നും അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. അപ്പോൾ രാത്രി നമ്മളിതുപോലെ ഉഴുന്നും റവയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റും സ്പോഞ്ചുമാണ് ഈ ഒരു ഇഡ്ഡലി. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചട്നിയോ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.